നമ്മുടെ കുടലിൽ ട്രില്യൺസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇതിൽ ബാക്ടീരിയ, വൈറസ്, ഫഞ്ചൈ എല്ലാം കൂടെ ഒരു ഇക്കോ സിസ്റ്റം തന്നെ ഉണ്ട്. ഇതിൽ ഗുഡ് ബാക്ടീരിയാസും ഉണ്ട്, ബാഡ് ബാക്ടീരിയാസും ഉണ്ട്. ഹെൽത്തി ഗട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബാലൻസിൽ പോകും. ഇനി ബാഡ് ബാക്ടീരിയാസ് കൂടുതലായി വളരുകയും ഗുഡ് ബാക്ടീരിയാസ് കുറയുകയും ചെയ്യുമ്പോൾ ഈ ഒരു ബാലൻസ് തകരും. ഇതിനെ നമുക്ക് ഡിസ്ബയോസിസ് എന്ന് വിളിക്കാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗട്ട് ബ്രെയിൻ ആക്സസ് ആണ്. ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്കും ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇത് വാഗസ് നെർവ് വഴിയാണ് പോകുന്നത്. ഗുഡ് ഗട്ട് ബാക്ടീരിയാസ് ഫൈബേഴ്സിനെ യൂട്ടിലൈസ് ചെയ്ത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കുന്നു. ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടെ ബ്രെയിനിലെത്തുന്നു. അവിടെ അത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. സെറട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂട്ടുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ഒരു കാം ഗട്ട് ഉണ്ടെങ്കിൽ കാം മൈൻഡും ഉണ്ടാവും എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രെസ്ഡ് ആവുമ്പോൾ നമ്മുടെ ഗട്ട് അപ്സെറ്റ് ആവുകയും നമ്മുടെ ഗട്ട് അപ്സെറ്റ് ആവുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവുകയും ചെയ്യുന്നു.